ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കനത്ത വ്യോമാക്രമണമായി ഇസ്രയേൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 60-ലധികം പേരാണ് ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും അതിലേറെ മരണസംഖ്യ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കരയാക്രമണം നിർത്തിവെച്ചിരുന്നു, അതിൻ്റെ അളവ് കുറച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണം. ഈ വ്യോമാക്രമണം നടന്നത് സേഫ് സോണിലാണ്, അതായത് സുരക്ഷിതരായി ജനങ്ങൾ നിൽക്കുന്ന ഇല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിലാണ് ഈ വ്യോമാക്രമണം നടന്നത് എന്നാണ് പാലസ്തീൻ പറയുന്നത്. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഇസ്രയേൽ പാലസ്തീൻ ഇടയിലുള്ള ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.